ഇന്നോട് വന്നിരിക്കുന്നത് പുതിയ മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും ഉപകാരപ്പെടുന്നതാണ്, ഏവർക്കും വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബ്രഹ്മപുത്രയെക്കുറിച്ച് അതുപോലെ സിന്ധു നദിയെക്കുറിച്ചുമാണ്. നമ്മുടെ ഹിമാലയ നദികളുടെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം ബ്രഹ്മപുത്രയെക്കുറിച്ച് പറയുകയാണ്. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എവിടുന്നാണ് അറിയാമോ? ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? ചെമ്യുന്തങ് ഗുഹകളിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ചെമ്യുന്തങ് ഗ്ലേസിയർ. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മപുത്ര ഏതു പേരിലറിയപ്പെടുന്നു? ബ്രഹ്മപുത്ര ഒരു പേരിലറിയപ്പെടുന്നുണ്ട്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ആൻസർ ബ്രഹ്മപുത്ര. സോ ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് സോറോ ഓഫ് ആസാം. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് ദിഹാങ് ഇൻ അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നറിയപ്പെടുന്നു. അതുപോലെ ബ്രഹ്മപുത്ര ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് സാങ്പോ ഇൻ ടിബറ്റ്. ടിബറ്റിൽ സാങ്പോ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ഏതാണെന്നറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണേത്? ഫൂപേൻ ഹസാരിക പാലം എവിടെയാണ്? ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചാൽ ലോഹിത് നദിക്ക് കുറുകയാണ്. ഫൂപേൻ ഹസാരിക പാലം ലോഹിത് നദിക്ക് കുറുകയാണ്. ഈ ലോഹിത് നദി എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ്. ഫൂപേൻ ഹസാരിക ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ ലോഹിത്. ഫൂപേൻ ഹസാരിക ബ്രിഡ്ജ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ലോഹിത് റിവർ. ഫൂപേൻ ഹസാരിക ബ്രിഡ്ജാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം കേട്ടോ. അതുപോലെ തന്നെ പറയുക, ഫൂപേൻ ഹസാരിക പാലം എന്ത് ചെയ്യുന്നു? ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഫൂപേൻ ഹസാരിക ബ്രിഡ്ജ് കണക്റ്റഡ് അരുണാചൽ പ്രദേശ് ആൻഡ് അസാം. അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്, ഫൂപേൻ ഹസാരിക പാലം. അതുപോലെ ബോഗീബിൽ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റോഡ് പാലം ഏതാണ്? ബോഗീബില്ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റോഡ് പാലം ഏതാണ്? ബോഗീബിൽ. ഫസ്റ്റ് റെയിൽവേ റോഡ് ബ്രിഡ്ജ് ഓഫ് ഇന്ത്യ. ആൻസർ ബോഗീബിൽ. ബോഗീബിൽ എവിടെയാണ്? ബോഗീബിൽ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ ബ്രഹ്മപുത്ര കേട്ടോ. ബോഗീബില് ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ബോഗീബിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ബോഗീബിൽ ലൊക്കേറ്റഡ് അറ്റ് ആസാം. ബോഗീബിൽ എവിടെയാണ്? ആസാമിലാണ്. അതുപോലെ ബ്രഹ്മപുത്രയെക്കുറിച്ച് പറയുകയാണ്. ബ്രഹ്മപുത്ര എവിടെ പതിക്കുന്നു? ബ്രഹ്മപുത്ര പതിക്കുന്നു ഇവിടെ തന്നെയാണ്. എവിടെയാണ്? ബ്രഹ്മപുത്ര കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. അപ്പോൾ എവിടെയായിരിക്കും പതിക്കുന്നത്? എവിടെയാണ് ബ്രഹ്മപുത്ര പതിക്കുന്നത്? എവിടെയാണ്? ബംഗാൾ. ബ്രഹ്മപുത്ര ഫാൾസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ. നമ്മൾ ബ്രഹ്മപുത്രയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ സിന്ധുവിനെ കുറിച്ച് പറയുകയാണ്. ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ലോഹിതും മനാസും. ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ലോഹിത്, മനാസ്. മെയിൻ ട്രിബ്യൂട്ടറി ഓഫ് റിവർ ബ്രഹ്മപുത്ര. ആൻസർ ലോഹിത്, മനാസ്. ഇനി നമ്മൾ സിന്ധുവിനെ കുറിച്ച് പറയുകയാണ്. സിന്ധു നദിയുടെ ഇംഗ്ലീഷാണ് ദ ഇൻഡസ്. സിന്ധുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സിന്ധു എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധുവാണ്. ദ ഇൻഡസ് ഈസ് നോൺ ആസ് ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ. ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നു. അതുപോലെ സിന്ധു നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? സിന്ധു എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടുന്ന്? ടിബറ്റിലെ മാനസ സരോവർ തടാകം. ദ റിവർ ഇൻഡസ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം മാനസ സരോവർ ലേക്ക് അറ്റ് ടിബറ്റ്. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നുമാണ് എന്തോ ഉത്ഭവിക്കുന്നത്? ദ ഇൻഡസ് ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ സിന്ധു ഉത്ഭവിക്കുന്നത്.
ഒരു സിന്ധുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? സിന്ധുവാണ്. നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ. ആൻസർ ദ ഇൻഡസ്. നാഷണൽ റിവർ ഓഫ് പാകിസ്ഥാൻ ദ ഇൻഡസ്. അതുപോലെ പറയുകയാണെങ്കിൽ സിന്ധുവിന് വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി ഏതാണ്? സിന്ധുവാണ്. ഇമ്പോർട്ടൻ്റ് റിവർ ഓഫ് വേദിക് പീരീഡ്. ആൻസർ ദ ഇൻഡസ്. ഇമ്പോർട്ടൻ്റ് റിവർ ഓഫ് വേദിക് പീരീഡ്. ആൻസർ എന്താണ്? ദ ഇൻഡസ്. അതുപോലെ സിന്ധു ഒഴുകുന്ന എങ്ങോട്ടാണ്? സിന്ധു പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു ഹിമാലയൻ നദിയാണ് കേട്ടോ. ആ വെസ്റ്റ് ഫ്ലോവിങ് ഹിമാലയൻ റിവർ. വെസ്റ്റ് ഫ്ലോയിങ് ഹിമാലയൻ റിവർ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ദ ഇൻഡസ്. അപ്പോൾ ഇൻഡസിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇൻഡസിൻ്റെ അല്ലെങ്കിൽ സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് തുടങ്ങിയ എന്താണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ദീസ് ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ ദ ഇൻഡസ്. സിന്ധുവിൻ്റെ പോഷകങ്ങളാണ് ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് തുടങ്ങിയവ. സിന്ധു എവിടെ പതിക്കുന്നു? സിന്ധു ഫാൾസ് ഇൻറ്റു അറേബ്യൻ സീ അറ്റ് കറാച്ചി. കറാച്ചിയിൽ വെച്ച് എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. ചൂടുക. സിന്ധു പതിക്കുന്ന എവിടെയാണ്? അറബിക്കടലിലാണ്. നമ്മൾ സിന്ധുവിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ബ്രഹ്മപുത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണെന്ന് ചോദിച്ചാൽ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ലാർജസ്റ്റ് ഡെൽറ്റ ഓഫ് ദ വേൾഡ്. ആൻസർ സുന്ദർബൻസ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ എന്തോ ചെയ്യുക? വീഡിയോ കാണുക. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക. ദീപം ലോ അക്കാഡമി സ്റ്റുഡൻസ് വീഡിയോ കാണുകയും കേട്ട് പഠിക്കുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ നമ്മളിവിടെ ക്ലാസ്സിൽ എടുത്തതാണ് എങ്കിലും കേട്ടോ. ക്ലാസ്സിൽ എടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക കേട്ടോ. ഇത് എവർക്കും വീഡിയോ കാണാവുന്നതാണ്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ്. പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് പ്രയോജനപ്പെടുന്നതാണ്. നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയേണ്ടതുണ്ട്. വേറെ ഒന്നുകൊണ്ടുമല്ല. ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവർ നോർത്ത് ഇന്ത്യയിലും ഫോറിൻ കൺട്രീസിലും ഒക്കെ പഠിച്ച സ്റ്റുഡൻസാണ്. അവർക്ക് മലയാളത്തെക്കാളും ഫ്ലുവൻ്റാണ് ഇംഗ്ലീഷ്. മലയാളം അത്ര അവർക്ക് നമുക്ക് നല്ല വശമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇംഗ്ലീഷിലൂടെ പറയുന്നത്. ഇംഗ്ലീഷ് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ഇംഗ്ലീഷൊന്നുമല്ല. ജസ്റ്റ് ഏവർക്കും മനസ്സിലാവുന്ന ഇംഗ്ലീഷാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്നതിനെ ഡയറക്റ്റ് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുക കേട്ടോ. സ്പോക്കൺ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് നമ്മൾ ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ബുക്കിഷ് ലാംഗ്വേജ് അല്ല. നിങ്ങൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും. വളരെ സിംപ്ലസ്റ്റായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഏവർക്കും മനസ്സിലാവുന്നതാണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്തോ വീഡിയോ കാണുക കേട്ടോ. അതുപോലെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നന്മയുള്ള മനസ്സിനുടമയാണ് നിങ്ങളെങ്കിൽ കേട്ടോ, നന്മയുള്ള മനസ്സിനുടമയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു നേർ വഴി തെളിയുമെന്നാണ്. നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും എന്ത് ചെയ്യും? ഈശ്വരൻ ഒരു വിളക്ക് പോലെ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുമെന്നാണ് കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ പറയും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്, ഈ സത്യപ്രപഞ്ചമാണ് ഈശ്വരൻ കേട്ടോ. ഈ കാണുന്ന അണ്ടകടാഹമാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ സത്യപ്രപഞ്ചത്തിന് എന്തില്ല? ആരോടും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ആരോടും എന്തില്ല? ആരോടും സ്നേഹമുണ്ടോ? ആരോടും സ്നേഹവുമില്ല. എന്നാൽ ആരോടും എന്തില്ല? വിരോധമോ ഇല്ല കേട്ടോ. എല്ലാവരോടും സമഭാവനയുള്ള ഒന്നാണ്. എല്ലാവരോടും സമഭാവനയാണ് ഈ സത്യപ്രപഞ്ചത്തിന്. അപ്പം നമ്മൾ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നന്മകൾക്കാണ് സത്യപ്രപഞ്ചം കൂടുതൽ മുൻതൂക്കം നൽകുന്നത് കേട്ടോ. നന്മകളെന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ നന്മകൾ ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്ന ചെറിയൊരു അറിവ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇത് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. അവർക്ക് ഇത് കേട്ട് പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നൊരു കാര്യമാണ് കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് കാണുക കേട്ടോ.
ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ സത്യപ്രപഞ്ചമാണ് കേട്ടോ. ഈ സത്യപ്രപഞ്ചമാണ്. ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയുമോ? ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കാണാൻ കഴിയുമോ? ഈശ്വരൻ എന്താണ്? ഈശ്വരനെ കാണാൻ കഴിയില്ലെങ്കിലും ഈശ്വരൻ്റെ അനുഭവം, ഈശ്വരൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അറിയാനായിട്ട് കഴിയും കേട്ടോ. നമ്മൾ നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറയാൻ ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, സത്യമാണ് ഈശ്വരൻ. നമ്മൾ നല്ലത് ചെയ്യുകയും നല്ലത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അല്പസ്വല്പം പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും നമ്മൾ എന്തു ചെയ്യും? ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ. ഇനി നമ്മൾ തിന്മകളിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? താണുപോകും, അതപ്പൊതിച്ചു പോകും, ഡള്ളായിപ്പോവും കേട്ടോ. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ചെറിയ നന്മകളൊക്കെ ചെയ്ത് കേട്ടോ, നല്ലത് ചിന്തിച്ചും നല്ലത് പ്രവർത്തിച്ചും ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. തൽക്കാലം തത്വം പറഞ്ഞ് ഞാൻ അങ്ങോട്ടങ്ങ് പറഞ്ഞു തൽക്കാലം തത്വമാണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് കാണുക.